ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S7 ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന സബ്ജക്റ്റ് ആണ് പ്രോഗ്രാമിംഗ് പാരാഡിഗംസ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോഗ്രാമിംഗ് പാരാഡിഗംസ്? Programming paradigms are a way to classify programming languages based on their features. അപ്പോൾ അറിയാം, കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് അല്ലേ? ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, അതാണ് പ്രോഗ്രാമിംഗ് പാരാഡിഗംസ് എന്ന് പറഞ്ഞാൽ. ദെൻ ലാംഗ്വേജസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മൾട്ടിപ്പിൾ പാരാഡിഗംസ്. അതുപോലെ തന്നെ paradigm can also be termed as method to solve some problem or do some task. അതായത് എന്താ പാരാഡിഗം എന്ന് പറയുന്നത്? എന്താ അതായത് പ്രോബ്ലം സോൾവ് ചെയ്യുക. എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുക? അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, ഓർ എന്താ ഡു സം ടാസ്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ചെയ്യാം. Then programming paradigm is an approach to solve problem using നമ്മൾ നേരത്തെ പറഞ്ഞു some programming language, or also we can say it is a method to solve a problem using tools ഉപയോഗിച്ചിട്ട് problem solve ചെയ്യാം, and techniques that are available to us following some approach. Then there are lots of programming language that are known, but all of them need to follow some strategy when they are implemented, and this methodology or strategy is paradigm. അതായത് എന്താ, കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലാംഗ്വേജസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം? നീഡ് ടു ഫോളോ സം സ്ട്രാറ്റജി. ഓക്കെ, സം സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. മെത്തഡോളജി അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്? പാരാഡിഗംസ് എന്ന് പറയുന്നത്. കോമൺ പ്രോഗ്രാമിംഗ് പാരാഡിഗംസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപറേറ്റീവ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. ഓക്കെ, അപ്പം അതിൽ വരുന്നതാണ് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് പാരാഡിഗം, അതുപോലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം, അതുപോലെ എന്താ പാരലൽ പ്രോസസ്സിംഗ് അപ്രോച്ച്. പിന്നെ ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് പാരാഡിഗം, അപ്പം അതിൽ വരുന്നതാണ് ലോജിക് പ്രോഗ്രാമിംഗ് പാരാഡിഗംസ്, ദെൻ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പാരാഡിഗംസ്, ഡാറ്റാബേസ് ഓർ ഡാറ്റ ഡ്രിവൺ പ്രോഗ്രാമിംഗ് അപ്രോച്ച്. Then symbolic programming paradigm, which has a particular style of syntax and grammar. Okay, നമുക്കപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് എന്താണ്? ഇംപറേറ്റീവ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. It is one of the oldest programming paradigm. Then it features close relation to machine architecture. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ് റിലേഷൻ ടു മെഷീൻ ആർക്കിടെക്ചർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വൺ ന്യൂമൺ ആർക്കിടെക്ചർ. അപ്പോൾ അതെന്താണ് വൺ ന്യൂമൺ ആർക്കിടെക്ചർ? നമുക്ക് അറിയാവുന്നതാണ്, പക്ഷെ എന്നാലും നമുക്ക് ഒന്നും കൂടെ പറയാം. അതായത് അവിടെ എന്ന് പറഞ്ഞാൽ എന്താ, CPU ആണ്. നമുക്കറിയാം, ഒരു സിസ്റ്റത്തിലെ CPU ആണ് ഇൻസ്ട്രക്ഷൻ പ്രോസസ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ? അതുപോലെ CPU ആണ് എന്ത് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ അല്ലെ, CPU-ലുള്ള കൺട്രോൾ യൂണിറ്റ് ആണ് ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യുന്നത്? ഫെച്ച് ചെയ്യുന്നത് അല്ലെ? ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്തു ആ ഇൻസ്ട്രക്ഷന് വേണ്ട ഡാറ്റനെ മെമ്മറിയിൽ നിന്ന് എടുത്തു. അപ്പോൾ ഇൻസ്ട്രക്ഷനും ഡാറ്റ എന്ന് പറയുന്നത് എവിടെയാണ്? മെമ്മറിയിലാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ വൺ ഹ്യൂമൺ ആർക്കിടെക്ചറിൽ എന്താ, അവിടെ ഒരു സിംഗിൾ ഡാറ്റാബേസ് ആണുള്ളത്. ഓക്കെ, അതായത് അറ്റ് എ ടൈം ഇൻസ്ട്രക്ഷൻ അതുപോലെ തന്നെ ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ, ഒരുമിച്ച് എടുക്കാനായിട്ട് പറ്റില്ല. അതായത് അവിടെ പ്രോസസ്സിംഗ് നടക്കുന്നത്, അതായത് ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ ഡാറ്റയും എടുക്കുന്നത് രണ്ട് ക്ലോക്ക് സൈക്കിൾ ആയിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താ, ഒരു സിംഗിൾ ബസ് ആണ്. ആ സിംഗിൾ ബസ് വഴിയാണ് ഇൻസ്ട്രക്ഷനും ഡാറ്റയും പോകുന്നത്. അതുപോലെ തന്നെ ആ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത എന്താ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആർക്കിടെക്ചർ ആണ്. ഓക്കെ, അതിൽ സിമ്പിൾ ഹാർഡ്വെയർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇംപറേറ്റീവ് പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്ന് പറയുന്നത് ഈ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, then it works by changing
the program state through assignment statement. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോഗ്രാം സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ത്രൂ ദി അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്കത് നോക്കാം, എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം കേട്ടോ. ഇറ്റ് പെർഫോം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടാസ്ക് ബൈ ചേഞ്ചിങ് സ്റ്റേറ്റ്. അതായത് എപ്പോഴും എന്താണ്, അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദി മെയിൻ ഫോക്കസ് ഈസ് ഓൺ ഹൗ ടു അച്ചീവ് ദി ഗോൾ. അതായത് ഫൈനൽ റിസൾട്ട് കിട്ടണം, അതാണ് അതിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, the paradigm consists of several statements and after execution of all the result is stored. അപ്പോൾ imperative programming paradigm എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, അതായത് അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് സെവറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമുക്ക് ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് നമുക്ക് കാണണം. അപ്പോൾ ഇവിടെ ഉള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതിലാ, സിയിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ 5 നമ്പേഴ്സിന്റെ ആവറേജ് കാണണം അല്ലേ. അപ്പോൾ നമ്മൾ അറേ സെറ്റ് ചെയ്തു അല്ലേ, ഇൻറ്റു മാർക്സ് ഓഫ് 5 നമുക്ക് ആവറേജ് കാണാം, മാർക്സിന്റെ ആവറേജ് കാണാം. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സിൽ എങ്ങനെയാണ് വരുന്നത്, അതായത് ലൂപ്പ് ആണ് അല്ലേ, ലൂപ്പ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇംപറേറ്റീവ് പ്രോഗ്രാമിംഗ് പാരാഡിഗത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ലൂപ്പ് സ്ട്രക്ചറുകൾ ഉണ്ടല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇറ്റ് കണ്ടെയ്ൻസ് ലൂപ്സ് ആൻഡ് വേരിയബിൾ. അപ്പൊ നോക്കുമ്പോൾ അവിടെ പറഞ്ഞെന്താ, ഓരോ സ്റ്റേറ്റ് അല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പ്രോസസ്സ് നടക്കുന്നത്, അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ നോക്കൂ, സം ഈക്വൽ ടു സം പ്ലസ് മാർക്സ് ഓഫ് ഐ. അപ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, ലൂപ്പ് ആണ് അല്ലേ. അപ്പോൾ ഓരോ എലമെന്റ് എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് എന്താ, ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ സം ആയിട്ട് ആഡ് ചെയ്യുന്നു, ദെൻ റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നു. അതാണ് ചേഞ്ചിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഗോൾ എന്താന്ന് പറഞ്ഞു, നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടണം അല്ലേ, നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടണം. അപ്പോ ദെൻ നമുക്ക് എന്താ, ആവറേജ് കിട്ടണം അല്ലേ. അപ്പോൾ സം എന്നുള്ളതിലേക്ക് എന്താ, ഓരോ പ്രാവശ്യം വാല്യൂ എന്ന് പറയുന്നത് എന്താ, മാറി മാറി വരികയാണ്. അതായത് മാർക്സ് ഓഫ് ഐയിലെ ഐ എന്ന് പറയുന്നത് വാല്യൂ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, അറേ വാല്യൂ എന്താ, ഓരോ എലമെന്റ്സ് എടുത്തിട്ടല്ലേ വരുന്നത്, ഓരോ പ്രാവശ്യം ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ. ദെൻ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ആവറേജിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി എന്താണ് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് പാരാഡിഗം? This paradigm emphasizes on procedure in terms of underlying machine model. അതായത് ഇവിടെ പ്രൊസീജിയർ ആയിട്ടാണ് നോക്കുന്നത്. അതായത് കോഡുകൾ ഗ്രൂപ്പ് ചെയ്തിട്ട് ഫങ്ഷൻസ് ആയിട്ട് ഫോം ചെയ്യുന്നു. Which groups code into functions. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, അതായത് പ്രൊസീജിയറിലും അതുപോലെ ഇംപറേറ്റീവ് അപ്രോച്ച് തമ്മിൽ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ വേറൊരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കോഡുകൾ റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോഡ് മുന്നുപയോഗിച്ചത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്താ പറയുന്നത്, സി, ബേസിക്, ഫോർട്രാൻ, കൊബോൾ, ഇതൊക്കെയാണ് എക്സാമ്പിൾ പറയുന്ന ലാംഗ്വേജസ്. ഓക്കെ, then object-oriented programming. The program is written as collection of classes and objects which are meant for communication. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ക്ലാസ്സസും ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ ആണ് ഉള്ളത് അല്ലേ. Then which are meant for communication. The smallest and basic entity is object and all kind of computation is performed on the objects only. അപ്പോൾ അറിയാവുന്ന കാര്യമാണ് അല്ലേ, ബേസിക് എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ ബേസിക് എന്താണ്, ഒബ്ജക്റ്റ് അല്ലേ, ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താ, എല്ലാ കമ്പ്യൂട്ടേഷനും പെർഫോം ചെയ്യുന്നത് എവിടെയാ, ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് അല്ലേ.
അതാണ് all kind of computation is performed on the objects only. Then more emphasis is on data rather procedure. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? പ്രൊസീജിയർ ആയിരുന്നു അല്ലേ മുന്നത്തിൽ. അപ്പോൾ ഇവിടെ എന്താ? ഡാറ്റയാണ്. It can handle almost all kind of real life problems which are today in scenario. Then example എന്താ പറയുന്നത്? C++, Java and similar. അതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താ? ഒബ്ജക്റ്റുകൾ, ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്ലാസ്സസ് ഒബ്ജക്ട്സിന്റെയും കളക്ഷൻ ആണ്. എല്ലാ കമ്പ്യൂട്ടേഷനും ടാസ്കും പെർഫോം ചെയ്യുന്നത് എവിടെയാണ്? ഓൺ ദി ഒബ്ജക്റ്റ് ആണ്. പിന്നെന്താ പറഞ്ഞത്? മുന്നേ എന്തായിരുന്നു? പ്രൊസീജിയർ ആയിരുന്നു അവിടെ അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് എംഫസിസ് ഈസ് ഓൺ ഡാറ്റയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഡാറ്റ സെക്യൂരിറ്റി, അതുപോലെ ഇൻഹെറിറ്റൻസ്, ഓക്കെ, അതുപോലെ ഫ്ലെക്സിബിൾ, അബ്സ്ട്രാക്ഷൻ, അതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗത്തിൽ വരുന്ന അഡ്വാൻറ്റേജ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി നോക്കേണ്ടത് പാരലൽ പ്രോസസ്സിംഗ് അപ്രോച്ച്. Parallel processing is the processing of program instruction by dividing them among multiple processors. ആ പേരിൽ തന്നെയുണ്ട് അല്ലേ? പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ, അതായത് ഒരു ടാസ്ക്, ഒരു പ്രോഗ്രാം എന്താ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാ? അതിലെ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിലേക്ക് കൊടുക്കുന്നു. പാരലൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യുന്നു. A parallel processing system possesses many number of processors with the objective of running a program in less time by dividing them. അല്ലേ? അതായത് ഓരോ ടാസ്കും എന്താണ്? പ്രോഗ്രാം ഡിവൈഡ് ചെയ്തു, അതായത് ഇൻസ്ട്രക്ഷൻ ഡിവൈഡ് ചെയ്ത് ഓരോ പ്രോസസ്സേഴ്സിനും കൊടുത്തു. അത് പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എന്താ? സ്പീഡ് കൂടി അല്ലേ? അപ്പോൾ അത് ആ ഫുൾ പ്രോഗ്രാം റൺ ചെയ്തെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കുറച്ച് ടൈമാണ് എടുക്കുന്നത്. Then this approach seem to be like divide and conquer. അതായത് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് എന്താ? ഒരു ഡിവൈഡ് ചെയ്യുന്നു ഫസ്റ്റ്, ദെൻ അതിനെ കോൺകർ ചെയ്യുന്നു. അതുപോലെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ആ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പ്രോസസറിലേക്ക് കൊടുക്കുന്നു. ദെൻ പ്രോസസർ എന്ന് പറയുന്നത് അതിനെ എന്ത് ചെയ്യുന്നു? പ്രോസസ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? കോൺകർ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ? ഫൈനൽ റിസൾട്ട് എല്ലാം കൂടിയതാണ് ഫുൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അല്ലേ? ഒരു പ്രോഗ്രാമിൽ തുടങ്ങി അതിനെ ഡിവൈഡ് ചെയ്തു, എല്ലാം കൂടി ചേർന്ന റിസൾട്ട് ആണ് ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഒരു പ്രോഗ്രാം ഫുള്ളായി എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം കൂടിയതാണ് അല്ലേ? ഓരോ പ്രോസസ്സറും ചെയ്യുന്ന റിസൾട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ആർ NESL, one of the oldest one, and C or C++ also support because of some library function. അതായത് C++ ലാംഗ്വേജിൽ ഉള്ള ലൈബ്രറി ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതെന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെയാണ് പാരലൽ പ്രോസസ്സിംഗ് അപ്രോച്ചിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് പാരാഡിഗം. It is divided as logic, functional and database. In computer science, the declarative programming is a style of building program that express logic of computation without talking about its control flow. അതായത് ഇവിടെ എന്താ പറയുന്നത്? പ്രോഗ്രാം ഓപ്പറേഷന്റെ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, അതായത് എക്സിക്യൂഷൻ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, അതിനെയാണ് കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നുമല്ല പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് എന്താ? ലോജിക് ആണ് പറയുന്നത്, കമ്പ്യൂട്ടേഷന്റെ ലോജിക്. ഓക്കെ, it often considered program as theories of some logic. Then it may simplify writing parallel programs. The focus is on what needs to be done rather how it should be done. Basically emphasis on what code is actually doing. അതായത് എങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളും, അതൊന്നുമല്ല. റിസൾട്ട് കിട്ടുക, അത് മാത്രം. ഓക്കെ, അത് മാത്രമാണ് പറയണത്, അത് മാത്രമാണ് ഫോക്കസ് ചെയ്യണത്.
It just declare the result we want rather how it has been produced. അല്ലേ? അതായത് എങ്ങനെ അത് കിട്ടിയെന്ന് അറിയണ്ട. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ അതിനെ പറ്റിയും അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളെ പറ്റിയും ഒന്നുമില്ല. ആ ഒരു പർട്ടിക്കുലർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഫൈനൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അത് മാത്രമാണ് നോക്കുന്നത്. ദിസ് ഈസ് ദി ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ഇംപറേറ്റീവ് ആൻഡ് ഡിക്ലറേറ്റീവ്. അപ്പോൾ ഇംപറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ ടു ഡു, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് ഓരോ സ്റ്റെപ്പുകളും. ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ വാട്ട് ടു ഡു പ്രോഗ്രാമിംഗ് പാരാഡിഗംസ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ അതൊന്നും നോക്കുന്നില്ല, ഫൈനൽ റിസൾട്ട് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്റ്റെപ്പുകൾ ആണ് നോക്കുന്നത്, അതായത് കൺട്രോൾ ഫ്ലോ ആണ് അവിടെ നോക്കുന്നത്. ഓക്കെ, getting into deeper we would see logic, functional and database. അപ്പോൾ നമുക്കിനി നോക്കാം. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞല്ലോ, ലോജിക് ഉണ്ട്, ഫങ്ഷണൽ ആൻഡ് ഡാറ്റാബേസ്. ഇതാണ് അതിൽ ഡിക്ലറേറ്റീവ് പ്രോഗ്രാം പാരാഡിഗത്തിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ലോജിക് പ്രോഗ്രാമിംഗ് പാരാഡിഗംസ്. It can be termed as abstract model of computation. It would solve logical problems like puzzle, series, etc. ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണ്? അബ്സ്ട്രാക്ട് മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ ആണ്. ഇത് പറയുന്നത് ലോജിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അതായത് പസിൽ, സീരീസ്, എക്സെട്ര. ഇൻ ലോജിക് പ്രോഗ്രാമിംഗ് വി ഹാവ് എ നോളേജ് ബേസ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യണു, അപ്പോൾ മുന്നുള്ള എന്തായിരുന്നു, അതിന്റെ ഡിക്ലറേറ്റീവിന്റെ വരുന്നതാണ് അല്ലേ ഈ ലോജിക് എന്നുള്ളതൊക്കെ. അപ്പോൾ അവിടെ എന്താ നമ്മൾ പറഞ്ഞത്, ബേസിക് ആയിട്ട് എന്താ പറഞ്ഞത്, അതായത് കൺട്രോൾ ഫ്ലോനെ അല്ല, ലോജിക് ആണ് നോക്കുന്നത് അവിടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു നോളേജ്, ഒരു ബേസിക് നോളേജ് വേണം. അതായത് നമ്മൾ ആ നോളേജ് വെച്ചിട്ട് മെഷീന് ആ നോളേജ് നമ്മൾ കൊടുക്കുകയാണ്. ദെൻ എന്ത് ചെയ്യുന്നു, ആ മെഷീൻ എന്ന് പറയുന്നത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ ലേണിംഗ്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അതിലൊക്കെ എങ്ങനെയാണ്, അതായത് മെഷീൻ അറിയില്ല, മെഷീന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് ഒരു വിവരം വേണമല്ലോ, വേണ്ടേ? അപ്പോൾ എന്താണോ നമ്മൾ മെഷീന് കൊടുക്കുന്നത്, അപ്പോൾ അതിനെ പറ്റിയുള്ള ബേസിക് നോളേജ് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇൻ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സച്ച് കൺസെപ്റ്റ് ഓഫ് നോളേജ് ബേസ് ഈസ് നോട്ട് അവൈലബിൾ. സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പക്ഷേ ബട്ട് വൈൽ യൂസിങ് ദി കൺസെപ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ്, ഇങ്ങനെയുള്ള മോഡലൊക്കെ ആവുമ്പോൾ എന്താണ്, ഇവിടെയൊക്കെയാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ യൂസ് വരുന്നത്. അതായത് നോളേജ്, ബേസിക് നോളേജ് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. ഒരു എക്സാമ്പിൾ പറയാണ് പെർസെപ്ഷൻ മോഡൽ. അപ്പൊ പെർസെപ്ഷൻ മോഡൽ അതാണ്, അതായത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നമ്മൾ അറിയുന്ന നമ്മളുടെ നോളേജ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ആ മോഡലിൽ എന്താണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നോളേജിന് അനുസരിച്ചിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മറ്റ് പ്രോഗ്രാം ലാംഗ്വേജ് അതിന്റെ ആവശ്യമില്ല, പക്ഷെ ഇൻ കേസ് ഓഫ് മെഷീൻ ലേണിംഗിലൊക്കെ എന്താണ്, നമ്മൾ ബേസിക് നോളേജ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് വേണം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പാരാഡിഗംസ്. ദി ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പാരാഡിഗംസ് ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇതെന്ന് പറയുന്നത് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്. ദി കീ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് paradigm is the execution of series of mathematical function. അതായത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സീരീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് the key principle of this paradigm. Then the central model for the abstraction is the function which are meant for some specific computation and not the data structure. അതായത് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൽ വരുന്ന ലാംഗ്വേജസ് എങ്ങനെയാണ്, മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് എന്താ, ഫംഗ്ഷൻ ആണ്. അതായത് ഡാറ്റ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ഡാറ്റ ആർ ലൂസ്ലി കപ്പിൾഡ് ഇൻ ടു ഫംഗ്ഷൻ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ദി സെൻട്രൽ മോഡൽ ഫോർ ദി അബ്സ്ട്രാക്ഷൻ ഈസ് ദി ഫംഗ്ഷൻ
which are meant for some specific computation. Okay. The function hide their implementation. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഹൈഡ് ചെയ്യുന്നു. ഫംഗ്ഷൻ ക്യാൻ ബി റീപ്ലേസ് വിത്ത് ദെയർ വാല്യൂസ് വിത്തൗട്ട് ചേഞ്ചിങ് ദി മീനിങ് ഓഫ് ദി പ്രോഗ്രാം. ഫംഗ്ഷനിൽ എന്താണ് ഫംഗ്ഷൻ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാം, പക്ഷെ അത് പ്രോഗ്രാമിന് യാതൊരു തരത്തിലും അത് എഫക്ട് ചെയ്യുന്നില്ല, അതിന്റെ വാല്യൂസിന് അതിന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് പാരാഡിഗത്തിൽ പറയുന്നത്. Some of the language like Perl, JavaScript mostly uses this paradigm. അപ്പോൾ ഈ പാരാഡിഗം യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് പേൾ, ജാവ സ്ക്രിപ്റ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെന്താണ് മെയിൻ ആയിട്ട് ഫംഗ്ഷൻ ആണ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് പാരാഡിഗംസിൽ പറയുന്നത്. ഇനി നോക്കേണ്ടത് ഡാറ്റാബേസ് ഓർ ഡാറ്റ ഡ്രിവൺ പ്രോഗ്രാമിംഗ് അപ്രോച്ച്. This programming methodology is based on data and its movement. Program statements are defined by data rather than hard coding and series of steps. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് program statement define ചെയ്യുന്നത് data വെച്ചിട്ടാണ്. Then a database program is the heart of a business information system and provides file creation, data entry, update, query, reporting function. അറിയാലോ എന്താണ് ഡാറ്റാബേസ് എന്ന് അറിയാം അല്ലേ? കളക്ഷൻ ഓഫ് ഡാറ്റാസ് ആണ്. അപ്പോൾ ഡാറ്റാബേസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്താണ് ബിസിനസ് ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ, അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റാബേസിലാണ്. അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് പ്രോഗ്രാം ലാംഗ്വേജ് യൂസ് ചെയ്യണം അല്ലേ? ഡാറ്റാബേസ് പ്രോഗ്രാം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫയൽ ക്രിയേഷൻ, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി, അതുപോലെ ഡാറ്റ നമുക്ക് എടുക്കണം, അപ്ഡേറ്റ് ഓപ്പറേഷൻ, ക്വറി ലാംഗ്വേജസ്. അപ്പോൾ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഡാറ്റാബേസിൽ പഠിച്ചുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് ഡാറ്റാബേസ് പ്രോഗ്രാമിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. There are several program languages that are developed mostly for database application. അപ്പോൾ അതിൽ നമുക്ക് അറിയാവുന്ന എന്താണ്, എക്സാമ്പിൾ നമുക്ക് കൂടുതൽ അറിയുന്നത് എന്താണ്, SQL ആണ്. അപ്പോൾ SQL ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് ടേബിൾ ആണ് അല്ലേ? അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, അതിലെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പ്രോസസ്സുകൾ, അതായത് ക്വറി ലാംഗ്വേജ് അല്ലേ, ക്വറി ലാംഗ്വേജസ് യൂസ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ എന്താണ് SQL വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റ ഡ്രിവൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, it is applied to stream of structured data for filtering, transforming, aggregating, such as computing statistics or calling other programs. എക്സാമ്പിൾ ആണ്, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ എന്താണ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ടേബിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. കോളം നെയിം നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുക, റോ എന്ന് പറയുന്നത് ട്യൂപ്പിൾസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അതിലെ ഓരോ ആട്രിബ്യൂട്ട്സും ഡിക്ലെയർ ചെയ്തു, അതിന്റെ ടൈപ്പ് വെച്ചിട്ട് അതാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, SQL വെച്ചിട്ടാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റ ഡ്രിവൺ പ്രോഗ്രാം ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പ്രോഗ്രാം പാരാഡിഗം എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ പ്രോഗ്രാം ലാംഗ്വേജിന് അതിൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് അതിന് എന്ത് ചെയ്യണം, ഓരോന്നിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, ഓരോ പ്രോഗ്രാം ലാംഗ്വേജ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിനും അതിൻ്റെതായ ഫീച്ചേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് അല്ലേ? അപ്പം അത്രേ ഉള്ളൂ. എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസിലേക്ക് ശരിക്കും സിലബസിലുള്ള പോയിന്റിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അതിന് മുന്നേയുടെ ബേസിക് ആയുള്ള കാര്യങ്ങൾ പറയാണ്. കാരണം ഇനി വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് ചെറിയൊരു ഇൻട്രോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അതുപോലെ എന്തെങ്കിലും മാറ്റണമെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നമുക്ക് എടുത്തു തരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള ടോപ്പിക്കുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.